സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനം അത് ജീവിതത്തിന് നൈതികവും ധാർമ്മികവുമായ മൂല്യങ്ങൾ നൽകുന്നതിന് സഹായിക്കും. കുടുംബമായി കുടുംബ പ്രാർത്ഥനയിൽ ദിവസവും സദൃശവാക്യങ്ങളിൽ ഒന്ന് വായിക്കുകയും അതിനെക്കുറിച്ച് സമഗ്രമായി വിചിന്തനം ചെയ്യുകയും ചെയ്യുന്നത് തലമുറകളുടെ വളർച്ചയ്ക്ക്, ആത്മീക പരിപോഷണത്തിന് സഹായകരമായ ഒരു അനുഭവമാണ്. ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗങ്ങളിൽ ഉള്ളത് വെളിപ്പെട്ടു വരുന്നു. ഒരിക്കൽ കൂടി ആ സദൃശവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ട് വരുന്നു. വിവേകം, ജ്ഞാനം വളരെ സമഗ്രമായി സദൃശവാക്യ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പദങ്ങളാണ്. വിവേകമുള്ള ഇടങ്ങളിൽ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വിവേകത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും മൂഢത്വത്തെക്കുറിച്ച് പറയുകയും ജ്ഞാനി തുലനം ചെയ്യുകയും ചെയ്യുന്നു. മൂഢന്റെ അന്തരംഗത്തിൽ ഉള്ളത് എന്താണോ അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യുമെന്ന് ജ്ഞാനി തലമുറകളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനം ഒരാളുടെ ഹൃദയത്തിൽ അടങ്ങി പാർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമെന്താണ്? നാം ഓരോരുത്തരും പലയിടങ്ങളിൽ പാർക്കുന്നവരാണ്, പാർത്തിട്ടുള്ളവരാണ്. നമ്മോടൊപ്പം അനവധി പേർ പാർക്കുന്നുമുണ്ട്. ഈ പാർക്കുന്നവരുടെ അനുഭവങ്ങൾ പല രീതിയിൽ വ്യത്യസ്തമായിരിക്കും. ചിലർ ഒരിടത്ത് പാർക്കുന്നത് മനസ്സില്ലാ മനസ്സോടെയാണ്. ചിലർ ഒരുപാട് നെടുവീർപ്പുകളുമായിട്ടാണ്. മറ്റൊരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ പാർക്കുകയില്ലായിരുന്നു എന്ന് കരുതി ചിന്തിക്കുന്നവർ. ചിലർ ഒരു സ്ഥലത്ത് പാർക്കുന്നത് നിർബന്ധത്താലാണ്. ചിലർ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ്. എന്നാൽ ചിലരോ സന്തോഷമായി അടക്കത്തോടെ പാർക്കുന്ന അനുഭവമുണ്ട്. ജ്ഞാനം അത്തരത്തിൽ അടങ്ങി പാർക്കുന്ന ഒരിടം, സന്തോഷത്തോടെ സമാധാനത്തോടെ പാർക്കുന്ന ഒരിടം, അത് വിവേകമുള്ളവന്റെ ഹൃദയമാണ് എന്നാണ് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത്. വിവേകം ഉള്ളിടത്ത് ജ്ഞാനം അടങ്ങി പാർക്കുന്നു. വിവേകവും ജ്ഞാനവും ഒരുമിച്ച് പാർക്കുന്നിടത്ത് വർണ്ണിക്കാനാകാത്ത ഒരു സമാധാനം, ഒരു തൃപ്തി, ഒരു സ്വച്ഛന്തത നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജ്ഞാനം ഉണ്ട് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ജീവിക്കുന്നവരല്ല. എങ്കിലും വളരെ സാധാരണയായി സന്തോഷത്തോടുകൂടി ജ്ഞാനം പാർക്കുന്ന ഒരിടമാണ് വിവേകം ഉള്ളവന്റെ ഹൃദയം എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണ്. ആ ജ്ഞാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് ജീവിത സാഹചര്യങ്ങളിലാണ്, ജീവിത ഇടപെടലുകളിലാണ്. ജ്ഞാനം പാർക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തി ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും സാഹചര്യത്തെ വ്യക്തമായി
അപഗ്രഥിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം മാത്രം തീരുമാനം എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. മുന്നമേ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുവാൻ, അതിനുശേഷം ആവശ്യമാണെങ്കിൽ മാറ്റം വരുത്തേണ്ടിടങ്ങളിൽ മാറ്റം വരുത്തുവാൻ ജ്ഞാനമുള്ള ഒരു വ്യക്തി വിനയത്തോടെ വിവേകത്തോടെ എപ്പോഴും തയ്യാറാകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. ജ്ഞാനം അടങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഓരോ അനുഭവവും പാഠങ്ങളാണ്. ഓരോ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ പുതിയ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്നും പ്രതിബന്ധങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും ജ്ഞാനം പഠിപ്പിക്കുന്നു. ജ്ഞാനമുള്ളൊരു വ്യക്തി തനിക്ക് നീക്കുവാൻ കഴിയാത്ത ഒരു പ്രതിബന്ധത്തെ തള്ളി നീക്കുവാനായി ശ്രമിക്കുന്നില്ല. മറിച്ച് ആ പ്രതിബന്ധത്തെ മറികടക്കുവാനായി പുതിയ മാർഗങ്ങൾ അവൻ തേടുന്നു. പ്രതിബന്ധത്തെ മറികടന്ന് ചെല്ലണമെങ്കിൽ ഗതിമാറ്റം ആവശ്യമാണെങ്കിൽ ആ ഗതിമാറ്റത്തിന് അവൻ തയ്യാറാകുന്നു. അവൻ മൗഢ്യ തീരുമാനങ്ങളിൽ ചെന്ന് പെടുന്നില്ല. ജ്ഞാനമുള്ള വ്യക്തി പലപ്പോഴും സ്വയം നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ദീർഘകാലത്തെ നന്മ മുൻകണ്ട് പ്രവർത്തിക്കുവാനും താൽക്കാലിക ലാഭത്തിനു വേണ്ടി ദീർഘകാലത്തെ നന്മയെ മാറ്റി നിർത്തുവാനും അവൻ ശ്രമിക്കുന്നില്ല. ജ്ഞാനം പാർക്കുന്നിടത്ത് വിനയമുണ്ട്. ജ്ഞാനം പാർക്കുന്നിടത്ത് കൃതജ്ഞതയുണ്ട്, നന്ദിയുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ജ്ഞാനം പാർക്കുന്നിടത്ത് അനുകമ്പയുണ്ട്. ജ്ഞാനം പാർക്കുന്നിടത്ത് സ്നേഹമുണ്ട്. ജ്ഞാനം നിറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം എന്ന് നാം കരുതുകയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വേദന എവിടെയൊക്കെ കണ്ടുവോ ആ വേദനയോട് ഇടപെടുന്നൊരു ക്രിസ്തു, രോഗിയായവന്റെ സന്നിധിയിൽ രോഗസൗഖ്യമായി വന്നണയുന്ന ക്രിസ്തു, കണ്ണുനീരിലിരിക്കുന്നവന്റെ സന്നിധിയിൽ കണ്ണുനീരൊപ്പുന്നവനായി വന്നണയുന്ന ക്രിസ്തു, അനീതിയുടെയും അക്രമത്തിന്റെയും യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ ചാട്ടവാർ എടുക്കുവാനും ചാട്ടുളി പോലത്തെ വാക്കുകൾ ഉപയോഗിക്കുവാനും മടിയില്ലാത്ത ക്രിസ്തു, ജീവിതത്തിന്റെ ഒടുവിൽ അവശേഷിക്കുന്നത് എന്തോ അത് ജ്ഞാനം അവശേഷിപ്പിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് അവിടെ. ജ്ഞാനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പാർക്കുമ്പോൾ ജ്ഞാനത്തിന്റെ പ്രതിഫലനം ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തിയുടെ സ്വഭാവത്തിലും വളരെ വ്യക്തമാണ്. വിവേകമുള്ള ഹൃദയങ്ങളിൽ ജ്ഞാനം പാർക്കുമ്പോൾ ആ വ്യക്തിയുടെ ഓരോ പ്രവൃത്തിയും സ്നേഹസാന്ദ്രമാണ്, വിവേകം നിറഞ്ഞതാണ്. വിവേകവും ജ്ഞാനവും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അനവധി സദൃശവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അടിസ്ഥാനപരമായൊരു ചോദ്യം, ഏതു തരത്തിലുള്ള ഒരു ഭവനത്തിലാണ് വിവേകം, ജ്ഞാനം താമസിക്കുവാനായി തയ്യാറാകുന്നത്? ഇവിടെ നാം കാണുന്നത് വിവേകമുള്ള ഹൃദയമാണ് ജ്ഞാനത്തിന്റെ പാർപ്പിടം എന്നുള്ളതാണ്. അറിവ് അത് ഏതു തരത്തിൽ ഉപയോഗം ചെയ്യണമെന്നുള്ള തിരിച്ചറിവാണ് വിവേകത്തിന്റെ പ്രതീകം. ആ തിരിച്ചറിവ്, വിവേകം ഒരു വ്യക്തിയിൽ നൽകുന്ന തിരിച്ചറിവ്, ആ വ്യക്തിയിൽ നൽകുന്ന അടിസ്ഥാനപരമായ മനസ്സിലാക്കൽ വിനയമാണ്. താൻ ആരുമല്ല എന്നും താൻ ഒന്നുമല്ല എന്നും ഉള്ള ചിന്തയല്ല വിനയം എന്ന് പറയുന്നത്. മറിച്ച് എങ്ങനെ താഴ്ന്നിരിക്കാം, ദൈവ തിരുസന്നിധിയിലും മനുഷ്യന്റെ മുമ്പിലും എങ്ങനെ താഴ്മയോടെ ഇരിക്കാമെന്ന് വിവേകം ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നു. സഹനം വിവേകത്തിന്റെ വളരെ വ്യക്തമായ ഒരു പ്രതിഫലനമാണ്. സമാധാന പ്രിയതയാണ് വിവേകത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന്. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് വിവേകമുള്ളവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയാണ്.
വിവേചന ബുദ്ധി. അവന്റെ മുന്നിൽ 4 പാതകൾ, പന്ഥാവുകൾ മുൻതുറക്കപ്പെടുകയാണെങ്കിൽ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ വിവേകം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവേകമുള്ളൊരു വ്യക്തി എപ്പോഴും ദയാ തൽപരനായിരിക്കും. അവൻ നീതിയുള്ളവനായിരിക്കും. നീതിമാന്റെ കൂട്ടായ്മ ഇഷ്ടപ്പെടുന്നവനായിരിക്കും. വിവേകമുള്ളൊരു വ്യക്തി നന്ദിയുള്ളവനായിരിക്കും. ഒരാൾ ആ വ്യക്തിക്ക് നന്മ ചെയ്താൽ നന്മ ചെയ്യുന്നവരോട് മാത്രമല്ല, തൻ്റെ ജീവിതം ഫലപ്രദമായി ജീവിക്കുവാൻ സഹായിക്കുന്ന എല്ലാവരോടും കൃതജ്ഞതയോടെ ജീവിക്കുവാൻ തൽപരനായിരിക്കും വിവേകമുള്ള വ്യക്തി. ഓരോ തീരുമാനങ്ങളും വളരെ ശുഷ്കാന്തിയോടെ എടുക്കുവാൻ, നീതിയുക്തമായി എടുക്കുവാൻ അവന് കഴിയുന്നു. അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് വിവേകമുള്ളവന്റെ ഹൃദയം. ആ ഹൃദയത്തിലാണ് ജ്ഞാനം അടങ്ങി പാർക്കുന്നത്, വാസം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. സ്നേഹിതരെ, ചോദ്യം ഇതാണ്: ജ്ഞാനം നമ്മുടെ ഉള്ളിൽ അടങ്ങി പാർക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ വിവേകമുള്ളവന്റെ ഹൃദയം എന്ന് സാക്ഷിപ്പാൻ നമുക്കാകുമോ? മക്കളെ നാം വളർത്തുമ്പോൾ വിവേകമുള്ള ഹൃദയമുള്ളവരായി മക്കളെ വളർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മൂഢന്മാരുടെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ മൂഢന്മാരുടെ അന്തരംഗത്തിൽ എന്തുണ്ടോ അത് വെളിപ്പെട്ടു വരുന്നു എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. മൂഢന്റെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നത് ജ്ഞാനം അല്ല എങ്കിൽ എന്തായിരിക്കും? ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും അത് പുറപ്പെട്ടു വരും. സ്പോഞ്ച് എത്ര ഉണക്കിയാലും നന്നായിട്ട് അതിനെയൊന്ന് പിഴിഞ്ഞാൽ എന്തിൽ മുക്കിയിരുന്നുവോ ആ ലായനി പുറത്തു വരും എന്ന് പറയുന്നത് പോലെ ഏത് സമ്മർദ്ദ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും മൂഢന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മൂഢത്വത്തിന്റെ ഭാവങ്ങൾ സമ്മർദ്ദങ്ങളിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. ആ ഭാവങ്ങളിൽ ചിലത് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അഹംഭാവം, താൻ ആര് ആണെന്ന് ഉള്ള യാഥാർത്ഥ്യത്തിന് മേലെ ചിന്തിച്ചുറപ്പിക്കുന്നവൻ, താൻ ആരോ ആണ് എന്ന ഭാവത്തിൽ ജീവിക്കുന്നവൻ, താൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന മൗഢ്യത്തിൽ ജീവിക്കുന്നവൻ. ജ്ഞാനം സമ്പാദിക്കുവാനുള്ള സാധ്യതകൾ പലതുണ്ടായിട്ടും ആ സാധ്യതകളെ ഒഴിഞ്ഞു പോകുന്നവൻ, ആ സാധ്യതകൾ ഉപയോഗിക്കാത്തവൻ. മൂഢൻ സ്വയം നിയന്ത്രിക്കുവാനായി കഴിയാതെ ഇരിക്കുന്നവനാണ്. ഇന്ദ്രിയ ജയത്തെക്കുറിച്ച് നാം വായിക്കാറുണ്ടല്ലോ. കണ്ണുകൾ തിന്മ ചെയ്യുവാൻ മാടി വിളിക്കുമ്പോൾ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തവനായി മാറുന്നവൻ മൂഢൻ. കാതുകൾ തിന്മയിലേക്ക്, തിന്മയുടെ ശബ്ദങ്ങൾ, പ്രലോഭനത്തിന്റെ ശബ്ദങ്ങൾ കാട്ടി വിളിക്കുമ്പോൾ വീണുപോകുന്നവൻ മൂഢൻ. നാവ് ഉപയോഗിക്കുവാൻ, തിന്മയ്ക്കായി ഉപയോഗിക്കുവാൻ പ്രേരിതരാകുമ്പോൾ, നമ്മുടെ മണങ്ങൾ, ശ്വസനം തിന്മയുടെ ഗന്ധങ്ങളായി നമ്മെ തേടി വരുമ്പോൾ അവിടെയൊക്കെ മൂഢന്റെ സ്വഭാവം വെളിപ്പെട്ടു വരുന്നു. സ്വയം തീർത്ത ഒരു മരീചികയിൽ അവൻ ജീവിക്കുന്നു. അവന്റെ ഉള്ളിലുള്ള വിദ്വേഷം, അവന്റെ ഉള്ളിലുള്ള പക, അവന്റെ ഉള്ളിലുള്ള ദേഷ്യം, അവന്റെ ഈ ഉള്ളിലുള്ള മുൻകോപം, അതൊക്കെയും അവൻ അറിയാതെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ പലതിലും വെളിപ്പെട്ടു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പലപ്പോഴും ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നവനാണ് മൂഢൻ. ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിന്റെ പരിമിതിയിൽ നൊന്തുകൊണ്ട് തന്നെ ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവനവൻ, ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കാതെ സംസാരിക്കുന്നവനവൻ, എഴുതുന്നവൻ അവൻ. പലപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തി. പലപ്പോഴും
മറ്റുള്ളവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ക്രൂര സന്തോഷം കണ്ടെത്തുന്ന വ്യക്തി, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയാത്തവർ. ജനാധിപത്യ പ്രക്രിയയിൽ ഇത് വളരെ ശ്രദ്ധേയമാണ്. സാധാരണ രീതിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രശ്നാധിഷ്ഠിതമായിട്ടാണ്, വികസനാധിഷ്ഠിതമായിട്ടാണ്. പ്രശ്നങ്ങളെക്കുറിച്ചും വികസനത്തിന്റെ കുറവുകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് പകരം വ്യക്തി കേന്ദ്രീകൃതമായ ചർച്ചകൾ മാറുമ്പോഴോ ഒരു വ്യക്തിയെ കുറച്ചു കാട്ടുവാനായി, സ്വഭാവഹത്യ ചെയ്യുവാനായി തരം താഴുന്ന ജനാധിപത്യ ബോധ്യം, അവിടെയാണ് അതിൻ്റെ മൗഢ്യം, അതിൻ്റെ മൂഢത വിളിച്ചു പറയുവാൻ ആളുണ്ടാകേണ്ടത് അനിവാര്യമായി മാറുന്നത്. പലപ്പോഴും പ്രലോഭനങ്ങളിൽ വശം വിട്ടു പോകുന്നത് ലൗകികത ഇഷ്ടപ്പെടുന്ന മൂഢന്റെ സ്വഭാവമാണ്. ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചെയ്യുവാൻ അവന് കഴിയാതെ വരുന്നു. ജ്ഞാനം അവന്റെ ഹൃദയത്തിലില്ല. അവന്റെ അന്ധകാര നിറഞ്ഞ ഹൃദയത്തിലുള്ള തിന്മയുടെ ഭാവങ്ങൾ പലതും സമ്മർദ്ദ സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു വരുന്നു. ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്, മകനെ, നിന്റെ ഹൃദയത്തെ വിവേകത്തോടെ ജ്ഞാനത്തോടെ നീ ജ്ഞാനത്തിന് അടങ്ങിപ്പാർക്കുവാൻ അവസരം കൊടുത്തില്ല എങ്കിൽ ആ ഇടത്ത് തിന്മയുടെ സ്വാധീന ശക്തികൾ വന്ന് പാർക്കും. പകയും കോപവും വിദ്വേഷവും കയ്പും ലഹരിയും ആസക്തികളും അവിടെ സ്ഥാനം നേടും. അവിടെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിന്നെ തന്നെ ഒറ്റുകൊടുത്തുകൊണ്ട് അത് അറിയാതെ വെളിപ്പെട്ടു വരും. ആ സാഹചര്യം ഉണ്ടാകരുത്. ഞാനീ അന്നും ഇന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, മൗഢ്യതയിൽ ജീവിച്ച് നശിപ്പിക്കുവാനുള്ളതല്ല ജീവിതം. ദൈവം നമ്മുടെ കയ്യിൽ തന്ന അമൂല്യ ദാനമാണ് ജീവിതം. അതിനെ മൗഢ്യത്തിൽ നഷ്ടമാക്കരുത്, നശിപ്പിക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഞാനും ഒരിക്കലും സ്വയപ്രശംസ നടത്തുന്നില്ല. സ്വയപ്രശംസയാണ് മൂഢന്റെ ഭാവം. അതുകൊണ്ടാണ് സ്വയത്തെക്കുറിച്ച് അർഹിക്കുന്നതിന് ഉപരിയായ സ്ഥാനം നൽകുമ്പോൾ അത് ബന്ധങ്ങളെ ബാധിക്കുന്നു, ശിഥിലമാക്കുന്നു. ഒരു തരത്തിലുള്ള ഉത്കൃഷ്ടതാബോധം അവനിൽ ഉണ്ടാക്കുന്നു. അവന്റെ ജീവിതത്തെ അത് താഴ്മയില്ലാത്തതായി മാറ്റുന്നു. അനവസരത്തിലുള്ള മത്സരബോധത്തിലേക്ക്, അനവസരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്യുന്നു. ഞാനും ഒരിടത്ത് അടങ്ങിപ്പാർക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാനും നമ്മുടെ ഹൃദയത്തിൽ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമായ ഒരു യാഥാർത്ഥ്യമല്ല. ജ്ഞാനത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നമുക്ക് സൗന്ദര്യമുണ്ടായാൽ സൗന്ദര്യം നഷ്ടപ്പെടുവാൻ ഒരു അപകടം മതി. സമ്പത്ത് കഴുകനെ പോലെ പറന്ന് ഉയർന്നു പോകും. എന്നാൽ അത്യപൂർവ സാഹചര്യങ്ങളിൽ മറവി വന്ന് ഭവിച്ചാലല്ലാതെ ഒരു വ്യക്തിക്ക് അന്തർലീനമായി ഒരു വ്യക്തിയുടെ ഉള്ളിൽ പാർക്കുന്നതായിട്ടുള്ള ജ്ഞാനം ഒരിക്കലും കൈവിട്ടു പോവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഒരുപക്ഷെ അസുഖങ്ങൾ ചിലത് വന്ന് ഒരു വ്യക്തിക്ക് വായിക്കാൻ കഴിയാതെ, ഗ്രഹിക്കാൻ കഴിയാതെ, ഓർക്കുവാൻ കഴിയാത്ത അവസ്ഥകളിലെത്തിയാൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന, ആ വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, അടങ്ങിപ്പാർക്കുന്ന ജ്ഞാനം ആ വ്യക്തിയുടെ സഹായം ചെയ്യുവാനായി പുറപ്പെട്ടു വരുന്ന എത്രയോ ജീവിത സാക്ഷ്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ജ്ഞാനം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ, ജീവിത സ്വഭാവത്തിന്റെ ഭാഗമായി മാറുകയാണ്. അടങ്ങിപ്പാർക്കുന്ന അനുഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് അടങ്ങിപ്പാർക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ ജീവിക്കുന്നവരുണ്ട്. അഭയാർത്ഥികളാകട്ടെ, സന്ദർശകരാകട്ടെ, അതിഥികളാകട്ടെ, അവരൊക്കെ സ്ഥിരതാമസക്കാരിൽ നിന്നും വ്യത്യസ്തരാണ്. ഇവിടെ ഞാനും അനധികൃതമായി പാർക്കുന്ന
ഒരിടമല്ല വിവേകമുള്ള ഹൃദയം. ജ്ഞാനം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ പാർക്കുന്നൊരിടമല്ല വിവേകമുള്ളൊരു ഹൃദയം. ജ്ഞാനം സന്തോഷത്തോടെ അടങ്ങി പാർക്കുന്ന ഒരിടമാണ് വിവേകമുള്ള ഹൃദയം. ആ ഹൃദയം, ജ്ഞാനം ഉള്ളിൽ അടങ്ങി പാർക്കുന്ന ഹൃദയം, ആ ജ്ഞാനമുള്ളിൽ പാർക്കുന്ന വ്യക്തി, വിവേകമുള്ള വ്യക്തി പാർക്കുന്ന ഇടങ്ങളെ സ്വാധീനിക്കുന്നു, ചുറ്റുപാടുകളെ സ്വാധീനിക്കുന്നു. ജ്ഞാനിയുടെ നിശബ്ദ സ്വാധീനം ആ അയൽക്കൂട്ടത്തെ ആകെ മധുരമയമാക്കുന്നു, സൗരഭ്യമയമാക്കുന്നു എന്നത് യാഥാർത്ഥ്യമല്ലയോ? ആ ജ്ഞാനത്തിന്റെ സ്വാധീനം അനേകരെ ഈ ജ്ഞാനിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് വിദ്യ അഭ്യസിപ്പിക്കുന്ന അധ്യാപകനാകട്ടെ, ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്ന ഒരു ന്യായാധിപനാകട്ടെ, ജ്ഞാനത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മുടെ ചുറ്റും താമസിക്കുന്ന ഏത് വ്യക്തിയുമാകട്ടെ, ശലോമോന്റെ തേനീച്ചകൾ ജ്ഞാനത്തിന്റെ പ്രതീകമാകുന്നത് പോലെ ശലോമോന്റെ ജ്ഞാനം തേടി കിഴക്കിൽ നിന്ന് രാജ്ഞി ഉൾപ്പെടെ അനേകർ എത്തിയതുപോലെ ജ്ഞാനം അത് സ്വാധീന ശക്തിയുള്ളതാണ്. ജ്ഞാനം അത് ആകർഷക ശക്തിയുള്ളതാണ്. ജ്ഞാനം അത് മാധുര്യം നൽകുവാൻ ശക്തിയുള്ളതാണ്. ജ്ഞാനം അത് സൗരഭ്യം നൽകുവാൻ ശക്തിയുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ മൂഢനോ, ആ മൂഢന്റെ ഉള്ളിൽ ശൂന്യതയാണ്. ആ ശൂന്യത തിന്മയുടെ സ്വാധീന ശക്തികൾ വന്നു നിറയുമ്പോഴോ അവന്റെ ഉള്ളിൽ ജീവിതത്തിന് ദിശാബോധം നൽകുന്ന പ്രകാശം ഇല്ലാതെയായി പാറുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഇടപെടലുകൾ പലതും എടുത്തുചാട്ടത്തോടുകൂടിയുള്ള ഇടപെടലുകളായി മാറുന്നു. ഇമ്പൾസീവ് റെസ്പോൺസസ്. ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ കണ്ണുനീരിലാഴ്ത്തുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, സങ്കടപ്പെടുത്തുന്നു. മൂഢന്മാരുടെ പ്രവൃത്തികളുടെ പരിണിത ഫലം പലപ്പോഴും തലമുറകളെ പോലും ബാധിക്കുന്ന ഒന്നാണ്. യുദ്ധങ്ങളെക്കുറിച്ച് നാം തിരിഞ്ഞു നോക്കി വിശകലനം ചെയ്യുമ്പോൾ യുദ്ധങ്ങൾക്ക് കാരണമായി തീർന്ന സാഹചര്യം ഒരുക്കിയത് എത്രമാത്രം മൗഢ്യമാണ് എന്ന് ചരിത്രത്തിൽ നാം തിരിഞ്ഞു നോക്കാറുണ്ട്. എത്ര ജീവിതങ്ങളാണ്, എത്ര കുടുംബങ്ങളാണ്, എത്ര സമ്പത്താണ് യുദ്ധങ്ങളിലൂടെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ മൗഢ്യം ഇന്നും തുടരുകയില്ലയോ? ആ അന്ധകാരം ഇന്നും എത്രയോ ജീവിതങ്ങളെ അന്ധകാരമയമാക്കുന്നു എന്നത് യാഥാർത്ഥ്യമല്ലയോ? പ്രകൃതിയോട് നാം ചെയ്യുന്ന ദുരിതങ്ങൾ എത്രയാവർത്തി ജ്ഞാനമുള്ളവർ ഓർമ്മപ്പെടുത്തിയിട്ടും മരങ്ങൾ മുറിക്കരുത്, കുന്നുകൾ തകർക്കരുത്, പുഴകളുടെ ഗതിയെ തടസ്സപ്പെടുത്തരുത്, മാലിന്യങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കണം, ഓർമ്മപ്പെടുത്തിയിട്ടും കേൾക്കാതെ ഇന്നും സൃഷ്ടിയോട് നാം ചെയ്യുന്ന ക്രൂരത, പ്രകൃതിയോട് നാം ചെയ്യുന്ന ക്രൂരത, അത് എത്രമാത്രം മൗഢ്യമാണെന്ന് ഇന്ന് തന്നെ നാം തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ തലമുറകൾ തിരിഞ്ഞു നോക്കി ജീവിക്കുവാൻ ശുദ്ധവായുവില്ലാതെ, ജീവിക്കുവാൻ ശുദ്ധജലമില്ലാതെ, ജീവിക്കുവാൻ പ്രകൃതി രമണീയമായ വിഭവങ്ങളില്ലാതെ പ്രയാസപ്പെടുമ്പോൾ അവർ തിരിഞ്ഞു നോക്കി മുന്നേ ജീവിച്ചിരുന്ന തലമുറകളെ വിളിച്ചുകൊണ്ട് ചോദിക്കും, ജ്ഞാനം ഹൃദയത്തിൽ അടങ്ങി പാർക്കുന്ന വിവേകമുള്ളവരായി ജീവിക്കുന്നതിന് പകരം നിങ്ങൾ ജീവിച്ച മൗഢ്യത നിറഞ്ഞ ജീവിതത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്, പ്രതിഫലനങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ കണ്ണുനീരെന്ന് അവർ ഓർമ്മപ്പെടുത്തും. സ്നേഹിതരെ, അതുകൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സദൃശവാക്യമാണത്. നമ്മുടെ ഉള്ളിൽ വാഴുന്നത് ജ്ഞാനമാണോ, നമ്മുടെ ഉള്ളിൽ വാഴുന്നത്
ഒരു ജീവിത സാഹചര്യം വിവേകമുള്ളൊരു ഹൃദയം ഒരുക്കുവാൻ നമുക്കാകുന്നുവോ, നമ്മുടെ മക്കൾക്കൊരുക്കുവാൻ നമുക്കാകുന്നുവോ, നമ്മുടെ തലമുറകൾക്കൊരുക്കുവാൻ നമുക്കാകുന്നുവോ? അല്ല, മൗഢ്യത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്ന, വിഡ്ഢികളായി ജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണോ നാം? ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെട്ടു വരുന്ന ഒരു മൗഢ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നാം? ജ്ഞാനത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി നാം പറയുകയാണെങ്കിൽ, ആധികാരികതയോടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പാർക്കുന്ന യാഥാർത്ഥ്യമാണ് ജ്ഞാനം. എന്നാൽ വിഡ്ഢി അത് സ്വയം ശൂന്യവൽക്കരിക്കുന്ന അനുഭവത്തിലേക്ക്, ആരുമല്ലാതായി പോകുന്ന അനുഭവത്തിലേക്ക് തിരിയുന്ന യാഥാർത്ഥ്യമാണ് എന്നും നാം മനസ്സിലാക്കണം. സ്വയം മൗഢ്യത്തെ മൂഢൻ വെളിപ്പെടുത്തുമ്പോൾ അടങ്ങിപ്പാർക്കുന്ന ജ്ഞാനം വിവേകിയെ അർത്ഥവത്തായ ജീവിതത്തിന് സഹായിക്കുന്നു. വിവേകമുള്ളവൻ ഏത് ശരി ഏത് തെറ്റ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നവൻ, ഏതു ചെയ്യണം ഏത് ചെയ്യാതിരിക്കണമെന്ന് വേർതിരിച്ചറിയുവാൻ കഴിയുന്നവൻ, ഏത് കേൾക്കണം ഏത് കേൾക്കാതിരിക്കണമെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നവൻ, ഏതനുസരിക്കണം ഏതനുസരിക്കാതെ ത്യജിക്കണമെന്ന് ഉൾക്കാഴ്ചയുള്ളവൻ, അവന്റെ ഹൃദയം, വിവേകമുള്ളവന്റെ ഹൃദയം, അവിടെയാണ് ജ്ഞാനം വന്ന് പാർക്കുവാനായി, സമാധാനം നൽകുന്നവനായി, അറിവ് നൽകുന്നവനായി, ദൈവഭയം നൽകുന്നവനായി, ദൈവാശ്രയം നൽകുന്നവനായി, ജീവിതത്തിന് അർത്ഥം നൽകുന്നവനായി, ജീവിതത്തിന് ലക്ഷ്യം നൽകുന്നവനായി, ജീവിതത്തിന് ദിശാബോധം നൽകുന്നവനായി, ജീവിതത്തിൽ സ്നേഹം നിറയ്ക്കുന്നവനായി, ജീവിതത്തിൽ അനുകമ്പ നിറയ്ക്കുന്നവനായി, ജീവിതത്തിൽ ജീവിത വിജയം ഉറപ്പിക്കുന്നവനായി ജ്ഞാനം ഉള്ളിൽ പാർക്കുന്ന അനുഭവം. അതാണ് വിവേകമുള്ള എന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. മൂഢന്മാരുടെ അന്തരംഗത്തിലോ അവിടെ ശൂന്യതയാണ്. അവിടെ ദുഷ്ടശക്തികൾക്ക് ഇടപെടുവാനായി ഇടം നൽകിയിരിക്കുകയാണ്. അവിടെ പകയാണ്, അവിടെ വിദ്വേഷമാണ്, അവിടെ കലഹമാണ്, അവിടെ ദ്വേഷമാണ്, അവിടെ യുദ്ധങ്ങളാണ്, അവിടെ നാശമാണ്, അവിടെ പരിഹാസമാണ്. അതിന്നല്ലെങ്കിൽ നാളെ വെളിപ്പെട്ടു വരിക ചെയ്യും അധികം അടങ്ങിപ്പാർക്കുവാൻ കഴിയുകയില്ല. വളരെ പ്രായോഗികമായ ഒരു സദൃശവാക്യം, അർത്ഥവത്തായ ഒരു സദൃശവാക്യം, ഇനിയും അവഗാഹമായ അർത്ഥങ്ങളുള്ള ഒരു സദൃശവാക്യം. ഇതിന്റെ ആഴവും പൊരുളും തുടർന്നും ഗ്രഹിപ്പാൻ നമുക്ക് ശ്രമിക്കാം. സദൃശവാക്യങ്ങൾ 14:33. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ടു വരുന്നു. ജ്ഞാനമായ ദൈവമേ, ഈ സദൃശവാക്യത്തിന്റെ ആഴവും പൊരുളും തിരിച്ചറിയുവാൻ ഇനിയും ഞങ്ങളെ സഹായിക്കണമേ. വിവേകമുള്ള ഹൃദയങ്ങളോടെ ജ്ഞാനത്തിന് അടങ്ങിപ്പാർക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും സഹായിക്കണമേ. മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ള ദുഷ്ടതയെ വെളിപ്പെട്ടു വരുന്ന അനുഭവത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കരുതേ എന്നത് നമ്മുടെ പ്രാർത്ഥനയാക്കാം. ആമേൻ.